നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് യേശുവിനെ നോക്കി നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മധ്യത്തിലുള്ള കർത്താവിനെ വിശ്വാസഗണങ്ങളായാലും നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്നത് പിതാവേ, യേശുവെ കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പായി ഞങ്ങളതിന് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്ന കർത്താവേ, കർത്താവെ അങ്ങിലേക്ക് തന്നെ നോക്കുവാന് കർത്താവെ, അവിടുത്തെ വചനം കർത്താവെ അത് ഫ്രഷായിട്ട് കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ കേൾക്കണോ, ഞങ്ങളെ ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവനാൽ ഞങ്ങളെ ഒരു നിറച്ചാട്ടെ കർത്താവെ. അവിടുന്ന് കർത്താവെ ഞങ്ങളോട് കർത്താവെ കരുണ ചെയ്ത് അവിടുത്തെ ഹൃദയത്തിലെ ആലോചനകളെയും അത് ഞങ്ങൾക്കൊരു അനുഭവം വെളിച്ചമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്താൻ എല്ലാം യേശു കർത്താവിന്റെ വലിയ മാതൃയുടെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പലരും 2.5 ദിവസത്തെ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മളുടെ കോൺഫറൻസിന്റെ തീം വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടെല്ലാം ലിസൺ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോൺഫറൻസിന്റെ തീം എന്തായിരുന്നു? മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. യേശു ജീവിച്ചതുപോലെ എന്നുള്ള ആ സന്ദേശത്തിന്റെ സമകാലിക പ്രാധാന്യം നമ്മള് CFC ചേർച്ച്, അത് ബാംഗ്ലൂർ ആവട്ടെ, ബാംഗ്ലൂര് അവിടെ CFC ചേർച്ച് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ 2025 ആവുമ്പോൾ 50 വർഷം തികയുക. അതിന്റെ 50ാമത്തെ ആനിവേഴ്സറി ഒക്കെ ഈ വരുന്ന ശനിയാഴ്ച അവിടെ ബാംഗ്ലൂര് അവിടെ നടക്കുന്നൊക്കെ ഉണ്ട്. 50 വർഷം, ഒരു അരനൂറ്റാണ്ട് കർത്താവ് ദൈവത്തിന്റെ ഒരു നിർമ്മല സാക്ഷ്യമായിട്ട് ദൈവത്തിൻ്റെതായ ഒരു ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഭാരത്തോടുകൂടി ദൈവം സഹോദരങ്ങളെ എഴുന്നേൽപ്പിച്ച് ദൈവം സഭയായിട്ട് ബാംഗ്ലൂരും പിന്നീട് പലയിടങ്ങളിലും, പിന്നെ നമ്മളുടെ 1983 മുതലാണ് നമ്മളുടെ കേരളത്തിലും, ആദ്യം കോട്ടയത്തും പിന്നെ പലയിടങ്ങളിലും, നമുക്കിവിടെ കായംകുളത്ത് നമ്മൾ 6 വർഷമായിട്ട് കായംകുളത്തും ഒക്കെ നമുക്ക് സഭയായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിന്, നമ്മുടെ കുടുംബ ജീവിതത്തിന്, നമ്മുടെ സഭാ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ ആലോചനകളൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. യേശു ജീവിച്ചതുപോലെ എന്നുള്ളൊരു കാര്യം, യേശു ജീവിച്ചതുപോലെ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കുറച്ച് വ്യത്യാസമായിട്ട്, അത് എക്സാക്ട് പരിഭാഷയല്ല എങ്കിലും ആ ഒരു സെയിം തീം എന്ന് പറഞ്ഞാല് കർത്താവ് ജീവിച്ചതുപോലെ, അതാണ് കർത്താവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. കർത്താവ് ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളായിട്ട് എന്തോ കർത്താവ് ജീവിച്ചതുപോലെ പുറമെ അനുകരിക്കുന്ന, പുറമെ എന്തോ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന, മിമിക്രി കാണിക്കുന്ന പോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ, ചില നടന്മാരെയോ ചില രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ പുറമെ ഇങ്ങനെ ഒരു വളരെ താഴ്മയായിട്ട് ഭാവിച്ച്, വളരെ സൗമ്യമായിട്ട് ഭാവിച്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു, ഈവൻ നമ്മളുടെ കുടുംബത്തിലാണെങ്കിലോ ബാക്കിയുള്ളിടങ്ങളിലാണല്ലോ യേശുവിനെ പോലെ നമ്മളങ്ങ് താഴ്മയായിട്ട് അങ്ങ് അഭിനയിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളങ്ങ് കുറച്ച് സൗമ്യതയായിട്ട് നമ്മുടെ വാക്ക് കുറച്ചൊന്ന് നമ്മളായിട്ട് തന്നെ ഒരു സ്വയപ്രയത്നത്തിൽ കുറച്ചൊരു സൗമ്യതയാക്കി കളയാം. അങ്ങനെയുള്ളൊരു കാര്യമല്ല, മറിച്ച് അത് വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായിട്ട് കർത്താവിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുകയാണ്. അതാ മലയാളത്തിലും ഇംഗ്ലീഷിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും പോലും എന്താ അങ്ങനെ അതില് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, യേശു ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ജീവൻ, മാനിഫെസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിന്റെ ഒരു ജീവൻ, അത് യേശുവിന്റെ ജീവൻ നമുക്കായിട്ട് അത് ഉരുവാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് കർത്താവ് നമ്മളില് ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മളിതിനെ താഴ്ത്തി ഏൽപ്പിക്കുകയും കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ യേശു ചിന്തിച്ചതുപോലെ, യേശു പറഞ്ഞതുപോലെ, യേശുവിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു അങ്ങനെ യേശു ചെയ്തതുപോലെയൊക്കെ ചെയ്യുവാനായിട്ട് അധികമായിട്ട് നമ്മൾ ആരും ഒരു ദിവസം കൊണ്ട് പൂർണ്ണരായി തീരുന്നില്ല എന്ന അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അധികം നമ്മുടെ മുമ്പ് വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. കർത്താവ് അന്ത്യ അത്താഴമൊക്കെ കഴിഞ്ഞ് അന്ത്യത്താഴത്തില് കർത്താവിന് 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്ന് അതിൽ ഒരുവനായിട്ടുള്ള യൂദാസ് കർത്താവിനെ ഒറ്റുകൊടുക്കാനായിട്ട് രാത്രിയിലേക്ക് ഇറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലെ കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞൊരു ഉത്തരവാണ്. ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുക, യോഹന്നാൻ 14-ന്റെ 8-ാമത്തെ വാക്യം, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് അത് മതി. ഇത്രയൊക്കെ
നീ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പിതാവിനെ കുറിച്ചൊക്കെ പറയുന്നു, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, പിതാവ് നിങ്ങൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ തരുമെന്നൊക്കെ നീ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തരുമെന്നൊക്കെ പറഞ്ഞു. എന്നാ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞ ഉത്തരം എന്താ? യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്താ? ഇത്രയും കാലം നീ എന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് ആ കാര്യങ്ങൾ വേണ്ടവണ്ണം ഒന്നും കത്തിയില്ലല്ലോ, നിനക്കത് കാര്യങ്ങളത് മനസ്സിലായില്ലല്ലോ. യേശുവിനെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചപ്പോ ആ യേശുവിലൂടെ പിതാവായിരുന്നു ജീവിച്ചത്. ഇന്ന് യേശു ജീവിച്ചതുപോലെ എന്നുള്ളൊരു കാര്യം നമ്മള് ആ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഹൃദയങ്ങളെ വയ്ക്കുമ്പോൾ എന്താ യഥാർത്ഥത്തില് മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ആരെ കാണാൻ സാധിക്കണം? യേശുവിനെ കാണാൻ സാധിക്കണം, പിതാവിനെ കാണാൻ സാധിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും ധൈര്യവും ഒക്കെ കാണാൻ സാധിക്കണം. ആ ഏക ദൈവം, ആ ദൈവത്തെ, യേശുവാണ് നമുക്ക് മാതൃകയായിട്ട് നമുക്ക് മുമ്പേ ഓടി ആ ഓട്ടം തികച്ച കർത്താവ്. നമുക്ക് അറിയാം, എബ്രായർ 12:1-2 വാക്യങ്ങളിൽ നമുക്ക് വേണ്ടി മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമൊക്കെ തികച്ച് ഫിനിഷിംഗ് പോയിന്റില് നിൽക്കുന്ന വിശ്വാസ നായകനെ പൂർത്തിവരുത്തുന്നതിനായ കർത്താവ് യേശു കർത്താവ്. അപ്പൊ ആ കർത്താവിനെ നോക്കിയാൽ നമ്മൾ ഓടണ്ടേ. ആ ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ കാണുന്നവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. നമ്മളെ കാണുന്നവർക്ക് എങ്ങനെയാ യേശുവിനെ കാണാൻ പറ്റുന്നേ? നമുക്ക് എങ്ങനെയാ യേശുവിന്റെ ആ ജീവൻ വെളിപ്പെടുത്താൻ സാധിക്കുന്നേ? നമ്മളെ അതിന്റെ തൊട്ട് താഴെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, എങ്ങനെ എന്ന് പറയുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ എന്നുള്ളൊരു കാര്യം കർത്താവ് ചോദിക്കുന്നു. കർത്താവ് എങ്ങനെയാ ഈ യേശുവിനെ വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, യേശു എപ്പോഴും പിതാവിൽ അങ്ങ് വസിച്ചു. അപ്പൊ പിതാവ് യേശുവിൽ വസിച്ചു. ആ ഒരു കാര്യം അവിടെ പറയുന്നത്, ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലുമാണ് എന്നുള്ള കാര്യം നീ വിശ്വസിക്കുന്നില്ലയോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ കർത്താവ് വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ കാര്യം തന്നെ വീണ്ടും കർത്താവ് എംഫസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നതാണ്. തന്നില് ആരെങ്കിലും ഒരു കരുണയോ മനസ്സലിവോ സൗമ്യതയോ സ്നേഹമോ ഒക്കെ കാണുവാണെങ്കിൽ അത് പിതാവ് വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. പിതാവിന്റെ എന്റേതായിട്ടുള്ള ഒരു സ്വയമായിട്ടുള്ള ഒരു കാര്യമല്ലത്, മറിച്ച് അത് പിതാവിന്റെ സ്വഭാവം നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ കർത്താവിന്റെ കാർക്കശ്യം, കർത്താവ് ആ ദേവാലയത്തെ ശുദ്ധമാക്കാൻ വേണ്ടി കർത്താവ് ചാട്ടവാറെടുത്ത് വളരെ കാർക്കശ്യത്തോടെ, കർത്താവ് വളരെ ധൈര്യത്തോടെ കർത്താവ് ചാട്ടവാറൊക്കെ എടുത്ത് ആ ദേവാലയത്തെ ശുദ്ധമാക്കുമ്പോൾ അവിടെ എന്താ നമ്മൾ വിചാരിക്കും, ദേഷ്യം വന്നു, കർത്താവ് കോപിക്കരുത് എന്നൊക്കെ പറഞ്ഞ കർത്താവ് അങ്ങ് കോപിച്ചു പോയോ എന്ന് നമുക്ക് തോന്നി. എന്നാൽ അവിടെ ഒരു ദൈവികമായ ഒരു ക്രോധം, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു തീക്ഷ്ണത, പിതാവിന്റെ ആലയത്തോടുള്ള തീക്ഷ്ണത, ആലയത്തോടുള്ള ആ എരിവ് എന്നെ ദഹിപ്പിച്ചിരിക്കുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷം 2:17 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും യേശു കർത്താവ് ആ ദേവാലയത്തെ ശുദ്ധമാക്കിയ കാര്യം നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തില് ദേവാലയത്തെ ശുദ്ധമാക്കിയ കാര്യം യോഹന്നാൻ 2-ാം അധ്യായത്തിൽ കാണുന്നേ. ഒടുക്കത്തിൽ ശുദ്ധമാക്കിയ കാര്യം നമ്മൾ ലൂക്കോസ് 19-ാം അധ്യായത്തിലും മത്തായി 21-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈവൻ മർക്കോസിന്റെ സുവിശേഷത്തിലെ അവസാനം നമ്മളത് കാണുന്നുണ്ട്. അവിടെ അത് അങ്ങനെ ശുദ്ധിയാക്കിയപ്പോ കർത്താവ് അവിടെ യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലൊക്കെ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടി എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി, അങ്ങനെയൊക്കെ എല്ലാം ചെയ്തപ്പം പെൺവാണിപ്പക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, അതിന്റെ 17-ാമത്തെ വാക്യം, യോഹന്നാൻ 2:17 വാക്യം, അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്നാ വായിക്കുന്നത്. അവിടെ നമ്മള് സങ്കീർത്തനം 69-9 വാക്യം അവിടെ കൂട്ടിയിരിക്കുന്നത്, സീൽ ഫോർ യുവർ ഹൗസ് വിൽ കൺസ്യൂം മീ. ഇപ്പം യേശുവിന്റെ ജീവിതത്തില് അതുപോലൊരു പിതാവിന്റെ സ്വഭാവം, എന്നെ കാണുന്നവൻ ആരെ കാണാൻ പറ്റി? പിതാവിനെ കാണാൻ പറ്റി. അത് എങ്ങനെയാ? അതായത് കർത്താവ് ഇപ്പൊ നമ്മൾ അവിടെ യോഹന്നാൻ 14:10 പറയുക, എന്നിലും പിതാവ് വസിച്ച്
വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. വെച്ചാല് യേശുവിൽ ആരാ ജീവിച്ചതെന്ന് ചോദിച്ചാൽ യേശു ഈ മനുഷ്യനായിട്ട്, യേശു സർവശക്തനായ ദൈവം, ദൈവം പിതാവിനോട് സമനായിരിക്കെ ആ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ തന്നെ ഒരു മനുഷ്യനായിട്ട് കർത്താവ് തന്നെ തന്നെ താഴ്ത്തി, മനുഷ്യനായിട്ട് താഴ്ത്തി, പിന്നെ ഒരു അടിമദാസനായിട്ട് താഴ്ത്തി, പിന്നെ ക്രൂശിലെ മരണത്തോടെ ഒരു കുറ്റവാളി എന്നവണ്ണം തന്നെ തന്നെ താഴ്ത്തിയതായിട്ട് നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ആ ഒരു 3 സ്റ്റെപ്സ് ഓഫ് ഹ്യൂമിലിറ്റി. ദൈവം മനുഷ്യനായി തീർന്നു, മനുഷ്യൻ പിന്നെ ഒരു അടിമദാസനായിട്ട്, അടിമദാസൻ പിന്നെയും ക്രൂശിലെ ഒരു കുറ്റവാളി. അതുപോലെ ആ അടിമദാസന്മാരിലും ഏറ്റവും ഏറ്റവും ശപിക്കപ്പെട്ടവൻ എന്നവണ്ണം കർത്താവ് ആ ഒരു ക്രൂശിലെ കുറ്റവാളിയായിട്ട് കർത്താവ് മരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ ആ പിതാവിനോടുള്ള ആ സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് തന്നെ തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന് എന്തുണ്ടായിരുന്നു? കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ, അതായത് യേശു ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ യേശു ദൈവമല്ലേ, അപ്പം പിന്നെ എങ്ങനെ നമുക്ക് യേശുവിനെ പിൻപറ്റാൻ സാധിക്കുന്നത്? യേശു ജീവിച്ചതുപോലെയൊക്കെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ അതൊരു ദുരുപദേശമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ക്രിസ്ത്യ ലോകത്തിലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മള് അങ്ങ് ആ പാപരഹിതമായിട്ടുള്ള പൂർണ്ണതയിലേക്ക് ഇപ്പൊ അങ്ങ് എത്തിച്ചേരുമെന്നോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും നമ്മൾ എത്തിച്ചേരുമെന്നോ അല്ല നമ്മൾ പറയുന്നത്. അത് പാപരഹിതമായ പൂർണ്ണത, സിൻലെസ് പെർഫെക്ഷൻ നമ്മൾ കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിലേ ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ നമുക്ക് ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ്ണം വിശ്വസ്തരായിട്ട് ആ യേശുവിന്റെ ആ സ്റ്റാൻഡേർഡ്, യേശുവിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മളുടേതായിട്ടുള്ള ഒരു നമുക്കറിയാവുന്നതിൽ ഏറ്റവും ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്ത നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ യേശുവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പ്രസ് ഓൺ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും ഒരു ആത്മാവിൽ ഒരു ദാരിദ്ര്യത്തോടെ, ഒരു ആവശ്യബോധത്തോടെ നമുക്ക് ഇത് മുമ്പാകെ ആയിരിക്കാൻ സാധിക്കും. അപ്പം യേശു കർത്താവ് എങ്ങനെ അങ്ങനെ ജീവിച്ചെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിച്ച്. അവിടെ യേശു പിതാവിനെ തന്നിൽ അങ്ങ് വസിക്കുവാന്, തന്നിൽ ജീവിക്കുവാന് പിതാവിനെ അനുവദിച്ചു. അപ്പൊ യേശു പിതാവിലും പിതാവ് യേശുവിലും ആണെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ എന്ന് 10-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കർത്താവ് വീണ്ടും ആ കാര്യം തന്നെ വീണ്ടും എടുത്ത് പറയും 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ. നിങ്ങൾ ആ ഒരു കാര്യം വിശ്വസിക്കുവിൻ. നിങ്ങൾക്കും ഞാൻ എന്റെ പിതാവിനെ വെളിപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് എന്നെ വെളിപ്പെടുത്തണമെങ്കിൽ, നിങ്ങളെ കാണുന്നവർക്ക് യേശുവിനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറഞ്ഞു വരുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവാൻ, ഞാൻ ചെയ്യുന്ന എന്നിൽ എന്റെ പ്രവൃത്തികള്, അത് കർത്താവിന്റെ സംസാരം, കർത്താവിന്റെ ഇടപെടല്, കർത്താവ് എങ്ങനെ ഓരോരുത്തരോടും സംസാരിച്ചു, എങ്ങനെ ഓരോരുത്തരോട് ഇടപെട്ടു, എങ്ങനെ മറ്റുള്ളവരെ കർത്താവ് സഹായിച്ചു, എങ്ങനെ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ത്യാഗം ചെയ്തു, ആ പ്രവർത്തികൾ, പിന്നെ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളും കാര്യങ്ങളും എല്ലാം ആ പ്രവൃത്തി നിമിത്തമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തില് നമ്മള് യഥാർത്ഥത്തില് എങ്ങനെ യേശുവിനെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ ആ ജീവനാണ് നമ്മളുടെ വെളിച്ചം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കോൺഫറൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. യേശുവിന്റെ ജീവൻ, നമ്മൾ ഇതേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ ആ കാര്യം വായിക്കുന്ന യോഹന്നാൻ 1:4 അവന്റെ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിൽ ഒരു ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ, ആ ലൈഫ്, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരെല്ലാം പാപത്തിന്റെ അന്ധകാരത്തില് അവരായിരുന്നു. അവരുടെ യേശുവിന്റെ ജീവനാണ് വെളിച്ചമെങ്കിൽ അന്ധകാരം എന്താണെന്ന് ചോദിച്ചാൽ സ്വയജീവനാണ്, സ്വന്തം ഇഷ്ടം, സ്വയജീവനാണ്, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നത്, സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്നത്, സ്വന്തം താല്പര്യങ്ങള്, ആ കാര്യങ്ങളാണ് പാപം. അതിന്റെ പ്രതിഫലനമായിട്ട് കോപവും മോഹവും ആകുല ചിന്തകളും കൈപ്പാട്ടിരിക്കുന്നതും ലോകത്തിന്റെ പിന്നാലെ പോകുന്നതും പണസ്നേഹവും മനുഷ്യമാനം തേടുന്നതും എല്ലാം അതിന്റെ പ്രതിഫലനമായിട്ട് വരും. എന്നാൽ ഈ ലോകം ഒരു അന്ധകാരം നിറഞ്ഞ സ്വയജീവൻ, ഓരോരുത്തരും അവരവർക്കായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അങ്ങനെ ആ സ്വയജീവന്റെ അന്ധകാരത്താല്, ആ പാപത്താല് പിടിക്കപ്പെട്ട ഒരു ലോകത്ത് യേശുവിന്റെ ഒരു ജീവനുണ്ട്. ആ യേശുവിന്റെ ജീവൻ അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീർന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളിലും ഈ യേശുവിന്റെ ജീവൻ വന്ന് നിറയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മളിപ്പോ ഇവിടെ വായിക്കുന്നത് പോലെ നമ്മൾ യേശുവിൽ വസിക്കണം. കർത്താവ് ഇപ്പൊ യോഹന്നാൻ 14:10-11 വാക്യങ്ങളിൽ കർത്താവ് അതാ പറഞ്ഞേ, ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലാണ് എന്നുള്ള കാര്യം. 11-ാമത്തെ വാക്യത്തിലും അത് വീണ്ടും കർത്താവ് എടുത്ത് പറയുന്നു.
ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. 20-ാമത്തെ വാക്യത്തിലും കർത്താവ് ആ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട് 20-ാമത്തെ വാക്യത്തിൽ. അന്ന് അറിയും എന്ന് പറഞ്ഞാല് എന്നറിയുന്ന ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 15 മുതലുള്ളൊരു 16 മുതലുള്ള കാര്യത്തിൽ അവിടെ ഒരു സഹായകനെ അയച്ചു തരും, പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. പരിശുദ്ധാത്മാവിനെ അയച്ചു തരുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്ന നാളിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നീടും കർത്താവ് അടുത്ത അധ്യായത്തിലും കർത്താവ് ആ കാര്യം തന്നെ ഒരു ഉപമയുടെ ഉദാഹരണത്തില്, കൊമ്പും മുന്തിരിവള്ളി എന്നുള്ള ഒരു ഉപമയുടെ ഉദാഹരണം, അത് നമ്മൾ കോൺഫറൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കേട്ടായിരുന്നു. കൊമ്പും മുന്തിരിവള്ളി എന്നുള്ള ഉദാഹരണം പറഞ്ഞ് ആ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ. ഒരു കൊമ്പ് അതിന്റെ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കണം. അതാ കർത്താവ് അതിന്റെ ആ യോഹന്നാൻ 15-ാം വാക്യത്തില് എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതെ, എബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ യു. അപ്പം യേശു നമ്മളിൽ വസിക്കുന്നതാണ് യേശുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് പുറമേ നമ്മൾ എന്തെങ്കിലും ഇനി മുതൽ ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പോവാന്നുള്ളൊരു തീരുമാനം എടുത്ത് നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സ്വയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിക്കുന്നതല്ല, മറിച്ച് യേശുവിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കുന്നു. എന്റെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ എന്നിൽ ജീവിക്കരുത്. സ്വാഭാവികമായിട്ട് നമ്മളിൽ ആരാ ജീവിക്കുന്നത്? നമ്മൾ തന്നെ ജീവിക്കുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഒരു സ്വയജീവനിൽ നിന്ന്, നമ്മുടെ ജഡത്തിൽ നിന്ന്, സ്വയജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ നിന്നുള്ള പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മള് ആ കാര്യങ്ങളെല്ലാം കർത്താവേ അവിടുന്ന് ജീവിച്ചതുപോലെ അവിടുത്തെ ആ ജീവനിൽ വന്ന് നിറഞ്ഞ് അവിടുന്ന് ജീവൻ ഒരു ജീവരസമായിട്ട് നമ്മള് ആ കാര്യങ്ങളൊക്കെ പല സെഷൻസ് നമ്മൾ കേൾക്കുമായിരുന്നു. ഒരു മുന്തിരിവള്ളിയുടെ ആ ജീവരസം കൊമ്പുകളിലേക്ക് ഒഴുകുന്നത് പോലെ നമ്മളിലേക്ക് ആ ജീവരസം ഒഴുകി വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രൂസിലൂടെ അത് ഒഴുകി വരുത്തുള്ളൂ. ആ കാര്യങ്ങള് അത് സാഗ്ബർ വീണ്ടും വീണ്ടും അത് എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം യേശുവിന്റെ ജീവൻ എന്നിൽ വന്ന് നിറയണമെങ്കിൽ അവിടെ ഒരു മരണം സംഭവിച്ചാലേ ആ ജീവൻ എന്നിൽ വന്ന് നിറയത്തുള്ളൂ. മരണം ഉണ്ടെങ്കിൽ പുനരുദ്ധാനമുള്ളൂ. യേശു പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? യേശു മരിച്ചു. മരണം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു മരണം ഉണ്ടാകുന്ന ഒരു അളവിലേ പുനരുദ്ധാനത്തിന് ഒരു ജീവൻ നമ്മളിലേക്ക് വന്ന് ഒഴുകുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കും, നമ്മളങ്ങ് കർത്താവിനോട് അങ്ങ് ചേർന്നിരുന്നാൽ മതി, അവൻ കർത്താവിൽ അങ്ങ് വസിക്കുന്നു. നമുക്ക് നമ്മളുടെ ഒരു സങ്കല്പത്തില് നമ്മൾ കർത്താവിനോട് അങ്ങ് ചേർന്നിരിക്കുന്നതായിട്ട് ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്ത ഞാൻ കർത്താവിൽ അങ്ങ് വസിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. അവിടെ ഒരു ക്രൂസ് ഉണ്ട്. കർത്താവിൽ വസിക്കണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആരെ എന്നിൽ വസിക്കുന്നത് വെച്ചാൽ ഞാൻ തന്നെ വസിക്കുന്നത്. എന്റെ സ്വയജീവന, എന്റെ ആ ജഡമാകുന്ന തിരശ്ശീല, അതിൽ നിന്നുള്ള പ്രേരണകളാണ് സ്വാഭാവികമായിട്ട് എന്റെ ചിന്തകളെ നിയന്ത്രിക്കുകയും എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും എന്റെ തീരുമാനങ്ങളിലൂടെ, എന്റെ വാക്കുകളിലൂടെ, തീരുമാനങ്ങൾ എന്ന് പറയുന്ന തീരുമാനങ്ങളിലാണ് വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടും വെളിപ്പെടുന്നത്. അപ്പൊ ആ തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുന്നതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ അത് അവന്റെ സ്വയജീവന, അവന്റെ സ്വന്തം ഇഷ്ടമാണ് അവിടെ വെളിപ്പെടുന്നത്. എന്നാൽ ഞാൻ അവിടെ ഒരു ക്രൂസിൽ, ഒരു മരണത്തിന് ഞാൻ വിധേയപ്പെട്ടാൽ മാത്രമേ കർത്താവിന്റെ ജീവൻ എന്നിൽ വന്ന് നിറയ്ക്കാനും കർത്താവിന് എന്നിൽ ജീവിക്കാനും സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഗലാത്യർ 2-ന്റെ 20-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ അവിടെ നിന്ന് കേട്ടായിരുന്നു. എന്താ? ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ഞാനല്ല ജീവിക്കുന്നേ, മറിച്ച് ആരാ ജീവിക്കുന്നേ? ക്രിസ്തുവാ ജീവിക്കുന്നത്. എന്നാൽ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് പൗലോസ് എന്താ പറയുന്നത്? ഞാനോ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിലും അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈഗോസിസ്റ്ററാവു എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദം. അപ്പം ക്രൂശിക്കപ്പെടുന്നുവെന്നോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദം. KJV ക്രൂശിക്കപ്പെടുന്നു, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്രൂസിന്റെ ഒരു അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൽ വസിക്കാനൊക്കെ ഉള്ളൂ. നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി നമ്മളുടെ സ്വയത്തിൽ തന്നെ വസിക്കുക, നമ്മളിൽ തന്നെ അങ്ങ് വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വയജീവൻ നമ്മളിൽ അങ്ങ് വെളിപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാൻ തോന്നുന്നു, ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. നമ്മളുടെ സ്വന്തം ഇഷ്ടം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു മീറ്റിങ്ങിന് വരണ്ട, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു.
അപ്പൊ അതുപോലെയൊക്കെയുള്ള നമ്മളുടേതായ, അല്ലെങ്കിൽ നമുക്ക് പല പ്രയോറിറ്റീസ്, നമ്മളുടേതായ പല കാര്യങ്ങള് നമുക്ക് നമ്മളുടേതായ ഒരു എന്നാ കർത്താവെ അവിടുത്തെ ആഗ്രഹം എന്താ, അവിടുത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുതെന്നാണല്ലോ കർത്താവെ. ഇപ്പൊ കർത്താവെ, അല്ലെങ്കിൽ നമുക്കിപ്പോ ആ, ദൈവം നമ്മളെ കുറിച്ച് ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് നമ്മള് ആ, കർത്താവിനോട് കർത്താവിനോട് കർത്താവിനെ കേൾക്കാനും കർത്താവിന്റെ വചനം ധ്യാനിക്കാനുമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാനോ, ഏതെങ്കിലും ടി വി കാണാനോ, പത്രം വായിക്കാനോ, ടി വി കാണുമോ, നമ്മള് ടി വി കാണുന്ന കാര്യമല്ല, മറിച്ച് മൊബൈൽ നോക്കരുതെന്നോ പത്രം വായിക്കരുതെന്നോ അല്ല. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മള് ആ കാര്യങ്ങൾക്കായിട്ട് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവെ, ഈ ഒരു സമയത്ത് അവിടുന്ന് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്, ഞാൻ അല്പസമയം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. അല്പസമയം എപ്പോഴും അവിടുത്തെ സന്നിധിയിലായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ വേറെയെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ കുറച്ചു നേരം വന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അതൊന്ന് എടുത്ത് മറിച്ച് നോക്കാനും, ആ കാര്യങ്ങളൊക്കെ കർത്താവെ എന്റെ ജീവിതത്തിൽ അത് എത്രമാത്രം ആയിട്ടുണ്ട്. നമ്മള് സൈക്കിളിന് കേൾക്കുമായിരുന്നു, നമ്മുടെ നോളജ് ലിമ്പും ലൈഫ് ലിമ്പും എന്ന് പറഞ്ഞാല് നമുക്ക് അറിവുണ്ട്, നമ്മളുടെ ജീവിതമുണ്ട്. നമ്മളുടെ അറിവാണോ ജീവിതമാണോ മുമ്പിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ രണ്ട് കാലിനും ഒരേ നീളമാണ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ അറിവും നമ്മളുടെ ജീവിതവും. അതുപോലെ നമുക്ക് പല കാര്യങ്ങൾ അറിയാം, പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സത്യമായിട്ടായി തീർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവിടെ ഒരു ക്രൂശ് ഉണ്ട്. കർത്താവെ, ഈ ഒരു കാര്യം എനിക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ കർത്താവെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പ്രലോഭനം വരുമ്പോ, ഈ ഒരു പ്രതിസന്ധി വരുമ്പോ, ഇവിടെ എന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമ്മളുടെ മക്കളോട് ചില കാര്യങ്ങൾ നമ്മൾ കർക്കശമായിട്ട് പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടു കൊടുക്കാം. അവര് പ്രായം ചെന്ന പിള്ളേരല്ലേ, അവരെ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ട് അവര് കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയും. പക്ഷെ നമുക്ക് ബാലം നടക്കേണ്ടുന്ന വഴിയെ അവനെ നടത്തണം, എന്നാലേ അവൻ മുതിർന്നാലും അത് വിട്ടുപോകത്തില്ലെന്നാണ് അപ്പൊ സദൃശവാക്യം 22-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആസ് പേരൻസ്, മാതാപിതാക്കൾ എന്ന വെണ്ണം മാതാപിതാക്കൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളോട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം, അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം, നിങ്ങൾക്ക് തോന്നുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. അപ്പൊ പേരൻസ് എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കട്ടെ, എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബഹളം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ വലിയ കർക്കശമായിട്ടൊന്നും പറയണ്ട, ഞാനത് പറഞ്ഞ് കൂടുതൽ സീൻ വഷളാക്കേണ്ട, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്നാ കർത്താവെ, ഒരു അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം എന്താ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്? അവരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ എന്റെ ഉത്തരവാദിത്വം? അതോ ഭാര്യയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ? ഭർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ കർത്താവെ? അതോ അങ്ങയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ എന്റെ ഉത്തരവാദിത്വം? കർത്താവെ, അവിടെ എനിക്കൊരു ക്രൂശുണ്ട്. അവിടെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനങ്ങ് മരിക്കുന്നു. കർത്താവെ, എന്റെ സ്വാഭാവികമായിട്ടുള്ള ഇഷ്ടം നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകട്ടെ എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ നമ്മള് ഒരു ചില കാര്യങ്ങളിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയത്ത് നമ്മൾ ബന്ധുക്കളുടെ ഇടയിലാവട്ടെ, നമ്മുടെ മക്കളുടെ മുമ്പാകെ ആവട്ടെ, ഈവൻ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പാകെ ആവട്ടെ, നമ്മളുടെ വീട്ടിലാവട്ടെ, നമുക്ക് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില സ്റ്റാൻഡ്, ചില നിലപാടുകൾ, ചില അവസരങ്ങൾ നമ്മൾ എടുക്കേണ്ട സമയത്ത് അവിടെ നമുക്ക് കാര്യങ്ങളങ്ങ് എസ്കേപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളങ്ങ് നടക്കട്ടെ എന്നുള്ളൊരു കാര്യങ്ങളങ്ങ് പോകുന്ന വഴിയിൽ അങ്ങ് പോകട്ടെ, ഒരു സ്റ്റാൻഡ് എടുക്കാതെ നമുക്ക് അങ്ങനെ പോകുന്ന നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യം. എന്നാ കർത്താവേ, ഇവിടെ ഈ ഒരു അവസരത്തില് അവിടുത്തെ ഇഷ്ടം എന്താണ്? അവിടുന്ന് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോ പലതരത്തിലുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണും, ജോലിയുടെ കാര്യത്തിലുള്ള തിരക്കുകളും ബാക്കി പല പ്രയോറിറ്റീസും കാര്യങ്ങളും ഒക്കെ കാണും. എങ്കിലും കർത്താവേ, ഈ ഒരു അവസരത്തില് അവിടുന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചിലരോടുള്ള ചില മനോഭാവങ്ങൾ, ചിലപ്പം ക്ഷമിക്കാൻ നമുക്ക് പ്രയാസമുള്ള ചില കാര്യങ്ങൾ, നമുക്ക് വിട്ടുകൊടുക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടെ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവൻ തന്നെ അങ്ങ് വെളിപ്പെടാനാ നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി. ഓരോ സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മുഷിഞ്ഞ് സംസാരിക്കാനും ബഹളം വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാ ചില സമയത്ത് നമ്മള് കർത്താവേ, അവിടുന്ന് പെരുമാറിയതുപോലെ കാര്യങ്ങളെ ആ ഒരു സൗമ്യതയോടെ, ആ ഒരു സാവധാനതയോടെ, ക്ഷമയോടെ കാര്യങ്ങളെ സംസാരിക്കുവാനും ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ നമ്മളൊരു കർക്കശമായിട്ട് നിലപാട് എടുക്കേണ്ട കാര്യങ്ങളിൽ
ആ ഒരു കർക്കശമായിട്ടുള്ള നിലപാടെടുക്കാൻ. ഇപ്പൊ യേശുവിന്റെ ജീവനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ, യേശുവാണ് എന്നിൽ ജീവിക്കുന്ന പറയുമ്പോൾ യേശു ജീവിച്ചത് എങ്ങനെയാ? നമ്മള് യോഹന്നാൻ 1:14 ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും അത് പരിചയമുണ്ട്. യോഹന്നാൻ 1:14 വാക്യത്തില് യേശുവിന് ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ കൃപയും സത്യവും നമ്മളിലൂടെ വെളിപ്പെടണം. വചനം ജഡമായി തീർന്നു, വചനം ഒരു മനുഷ്യ ശരീരം എടുത്തു, വചനം മാംസമായിട്ട് തീർന്നു, വേർഡ് ബിക്കെയിം ഫ്ലഷ്. അവിടെ ആ ജഡം എന്നുള്ള അർത്ഥം സ്വന്തം ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ജഡം ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ശരീരം എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് ഒരു മനുഷ്യരൂപം എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം ഒരു ശരീരമായി തീർന്നു, കർത്താവ് ഒരു മനുഷ്യ ശരീരത്തിൽ വന്നു എന്നുള്ളൊരു അർത്ഥമുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള അർത്ഥം കൂടെ ഉണ്ട്. വചനം കർത്താവിന്റെ ആത്മശരീരത്തില്, കർത്താവിന് ഒരു മനുഷ്യാത്മാവോടുകൂടി കർത്താവ് വന്നേ. അപ്പൊ ആ കർത്താവിന്റെ ആ ആത്മശരീരത്തിൽ വചനം സമ്പൂർണ്ണമായിട്ട് ഫുൾഫിൽഡ് ആയി. ആ വചനം അതിന്റെ ജീവനും അതിന്റെ തേജസ്സും എല്ലാം കർത്താവിന്റെ ആ ജീവിതത്തില് അത് വെളിപ്പെട്ടു. കർത്താവിന്റെ ജീവിതത്തിൽ ആ വചനത്തിന്റെ സമ്പൂർണ്ണത വെളിപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ വചനം ജഡമായി തീർന്നു എന്നുള്ള അതിന്റെ ഒരു ഡീപ്പറായിട്ടൊരു മീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. പിതാവിൽ നിന്ന് ഏകജാതനായ ആ പുത്രന്റെ തേജസ്സായിട്ട് അവന്റെ തേജസ്, യേശുവിന്റെ തേജസ് കണ്ടു. ആ തേജസ്സിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? കൃപയും സത്യവും നിറഞ്ഞവനായിട്ട്. കർത്താവില് കൃപയുണ്ടായിരുന്നു, കർത്താവില് സത്യം ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ, യേശു നമ്മളെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ശത്രുവിനൊക്കെ ജീവിച്ചതിൽ ഒന്നും മിണ്ടാതെ എല്ലാത്തിലും ഒരു നിലപാടെടുക്കാതെ അങ്ങനെയുള്ളൊരു കാര്യമല്ല. മറിച്ച് അവിടെ ഒരു മരണമുണ്ട്, ഒരു പുനരുദ്ധാനമുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ മരിക്കുന്നു. സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങ് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പല കാര്യങ്ങളും അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാനോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കൂട്ടുകാരുടെ ഇടയിലോ നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലോ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ നമുക്ക് കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യമായിട്ട് നിൽക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഒരു ബുക്ക്ലെറ്റ് കൊടുക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചു കൊടുക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ കോൺഫറൻസിൽ ലിങ്ക് അയച്ചു കൊടുക്കുന്ന കാര്യമായിരിക്കും. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടം ചെയ്യുന്നു. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം നമുക്കൊരു പ്രേരണ തരുന്നു. നമുക്ക് ഇന്നയാൾക്ക് ഈ ഒരു കാര്യം അയച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഇന്നയാളെ കാണുമ്പോൾ ഈ ഒരു കാര്യം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ അവർക്ക് പ്രയോജനമായിരിക്കും. അപ്പൊ അവിടെ നമ്മള് എന്റെ സ്വയജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സ്വാർത്ഥ ജീവനായിട്ട് സ്വാർത്ഥതയോടെ ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, വലിയ ആരും നമ്മൾ വലിയ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ട, അങ്ങനെ അങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നൊരു കാര്യം. പക്ഷെ അവിടെ ദൈവത്തിന്റെ ജീവൻ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ, കർത്താവെ അവിടുന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ കാര്യത്തില്? ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ഞാൻ ജീവിക്കേണ്ടത്. കർത്താവെ അവിടുന്ന് എന്നോട് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന ആളോടുള്ള ബന്ധത്തില്, എന്റെ ഇന്ന സുഹൃത്തോടുള്ള ബന്ധത്തില്, എന്റെ ഇന്ന ബന്ധുവിനോടുള്ള ബന്ധത്തില് ഞാൻ എന്തെങ്കിലും അവിടെ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പറയാനോ, കർത്താവിനെ കുറിച്ച് സാക്ഷി പറയാനോ, അല്ലെങ്കിൽ സാക്ഷിക്കാനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെതായ ചില പ്രേരണകൾ, ആത്മാവിന്റെ പ്രേരണകൾ തരാൻ ദൈവത്തിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മളവിടെ നമ്മള് കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്ന വഴിയൊക്കെ കാര്യങ്ങളങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ച് നമുക്കൊരു സാമട്ടില് നമുക്ക് അങ്ങ് ആയിരിക്കാം. പക്ഷെ അവിടെ ഒരു യാഗമായിട്ട് കർത്താവേ എന്റെ ഇഷ്ടമല്ല, കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് നമ്മളുടെ ആ ഒരു സ്വയത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പോലെ ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന കാര്യമല്ല. മറിച്ച് കർത്താവേ ആത്മാവിൽ എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു പ്രേരണ തരുന്നേ. എങ്ങനെയാ ഇവിടെ ഈ സാഹചര്യത്തിൽ എനിക്ക് യേശുവിനെ വെളിപ്പെടുത്താൻ സാധിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തില് എന്റെ ബന്ധുക്കളുടെ ഇടയിൽ ഞാൻ ഇന്ന എടുത്ത് പോകും, പിന്നെ ആൾക്കാരെയൊക്കെ കാണുന്നു. ആ ഒരു സമയത്ത് അവിടെ അവരുടെ കൂട്ടത്തില് അവരുടെ കൂടെ അടിപ്പാടി അവരിൽ ഒരാളായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് അവരുടെ കൂടെ അങ്ങ് അടിച്ചു പൊളിച്ചു പോകാനാണ് അത്? അവിടെ കർത്താവിന്റെ ഒരു പൈതൽ എന്നുള്ള ഒരു ഡിഫറൻസ്, ഒരു ഡിസ്റ്റിങ്റ്റീവ്നെസ്, എനിക്ക് അവിടെ ഒരു വ്യത്യാസം, അങ്ങനെ ഒരു എല്ലാവരുടെയും കൂട്ടത്തിലൊരു ആളായിട്ട് അങ്ങനെ അങ്ങ് പോകാൻ, കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയൊക്കെ അങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അങ്ങ് ആവുന്നു. അതോ അവിടൊക്കെ കർത്താവേ അവിടുന്ന് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഓരോ സാഹചര്യങ്ങളിലൊക്കെ അവിടുന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചില നിലപാടുകളുണ്ടോ? അവിടുന്ന് എന്റെ വേഷവിധാനത്തിലാവട്ടെ, ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യത്തിലാവട്ടെ, ഞാൻ എടുക്കുന്ന ചില സ്റ്റാൻഡുകളുടെ കാര്യത്തിലാവട്ടെ, ആ കാര്യത്തിലൊക്കെ കർത്താവെ
മറ്റുള്ളവരിൽ നിന്ന് കർത്താവെ അവിടെ ഒരു യേശുവിന്റെ ജീവൻ അവിടെ വെളിപ്പെടണം. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ അത് കൃപ നൽകുന്ന വാക്കുകളായിരിക്കും സംസാരിക്കണം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു, കുറെ കാര്യങ്ങൾ പരിദൂഷണം പറയുന്നു, അവരുടെ കാര്യം പറയുന്നു, ഇവരുടെ കാര്യം പറയുന്നു, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി പേരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് അവിടെ കർത്താവെ ചില കാര്യങ്ങള് യുനോ ഈ അടുത്ത് കുറച്ച് പേരുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അത്ര ആത്മീയവർദ്ധന ഉതകാത്ത ഒരു കാര്യം ഒരാളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാന് പറഞ്ഞു ഈ കാര്യം ഇവിടെ നമുക്ക് പറയണ്ട എന്ന് കർക്കശമായിട്ട് പറയേണ്ട വന്നു. എന്ന് വെച്ചാൽ അവിടെ അതൊരു ആത്മീയവർദ്ധന ഉതകുന്ന കാര്യമല്ല. അത് ആയിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു അപ്പൊ നമുക്ക് വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പറയാനോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനോ എന്തെങ്കിലുമൊക്കെ പറയാനോ ചെയ്യാനോ ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രേരണ. പക്ഷെ അവിടെയൊക്കെ കർത്താവ് ഈ കൃപയും സത്യവും നിറഞ്ഞ ആ ഒരു യേശുവിന്റെ തേജസ് എന്നിൽ വെളിപ്പെടണം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അപ്പൊ അത് നമ്മളിവിടെ യോഹന 1 പോകുന്നില്ല. കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ആ കൃപയും സത്യവും എന്നുള്ള വാക്ക് നമ്മൾ സൈക്കിളിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ കൃപ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ടെൻഡർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ഒരു സ്നേഹവും മനസ്സിലും ടെൻഡർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആർദ്രമായ ചില ഗുണവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കർത്താവിന്റെ മൃദുവായ ഗുണവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹവും മനസ്സലിവും, കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നതും, പാപിനിയായ സ്ത്രീയോട് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുതെന്ന് പറയുന്നതും, പിന്നെ ആ ശമരിയ സ്ത്രീയോട് കർത്താവ് വളരെ ദീർഘക്ഷമയോടെ സംസാരിക്കുന്നതും, അങ്ങനെയൊക്കെയുള്ള കർത്താവിന്റെ ആ ഒരു മനസ്സലിവും സ്നേഹവും ആ ഒരു സൗമ്യതയും അതാ കൃപ. പിന്നെ കൃപ മാത്രമല്ലായിരുന്നു കർത്താവിന്റെ കൃപയും സത്യവും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മളിപ്പം ഈ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് ചാട്ടവാർ വെറുതെ അവിടെ ചാട്ടവാർ കാണാഞ്ഞിട്ട് ഇവിടെ ചാട്ടവാറില്ല അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ല. മറിച്ച് എന്താ ചെയ്തത്? നമ്മൾ യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് അവിടെ ഒരു ചാട്ടവാർ ഉണ്ടാക്കിയതായിട്ടാണ് വായിക്കുന്നത്. കർത്താവ് നോക്കുമ്പോൾ അവിടെ ചാട്ടവാറില്ല, പക്ഷെ പിതാവിൽ നിന്നൊരു പ്രേരണ, ഇത് ചാട്ടവാർ എടുത്ത് തന്നെ ഇത് ശുദ്ധമാക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ 2-ാം അധ്യായത്തിൽ യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് കയറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി, ഹി മെയ്ഡ് എ സ്കേർജ്. നമ്മൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ കർത്താവ് എന്തോ ചെയ്യുന്നത്, എന്താ ആദ്യം അവർക്കൊന്നും മനസ്സിലാക്കണ്ടല്ലോ എന്തോ ഉണ്ടാക്കി. നോക്കുമ്പോൾ ഒരു ചമ്മട്ടി, ഒരു സ്കേർജ്, ഒരു വലിയ ചാട്ടവാർ കർത്താവ് സ്കേർജ് ഓഫ് കോഡ്സ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് കർത്താവ് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതും തന്റെ ശുശ്രൂഷയുടെ ആദ്യമാണ്. അപ്പം കർത്താവിനെ അവരെല്ലാം തെറ്റിദ്ധരിക്കുമെന്നോ മറ്റുള്ളവരിനെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നൊന്നും കർത്താവ് ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇത് ഈ വീട്ടിൽ പറ്റത്തില്ല, ഇത് ഇങ്ങനെ ഇവിടെ പറ്റത്തില്ല, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ഇത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് സോറി പറയണം, സോറി പറഞ്ഞില്ലെങ്കിൽ അടിയുണ്ട്. അവരടിക്കേണ്ട പ്രായമാണെങ്കിൽ, അവർ 12 വയസ്സിന് മുമ്പുള്ള പ്രായമൊക്കെ ആണെങ്കിൽ, അവർക്ക് അടി കൊടുക്കേണ്ടുന്ന പ്രായമാണെങ്കിൽ അവര് പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാർക്കശ്യം. അപ്പൊ അവിടെ എല്ലാം നമ്മളുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ അവിടെ ഓരോ ഇടങ്ങളിലും അവിടെ ഒരു യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്ന ഒരു കാര്യം. അതാ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ എന്താ, എന്റെ ജീവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞ് അവിടെ ഒരു മാനസാന്തരം വേണം. അവിടെ ഒരു കർത്താവ്യ ആഴത്തിലുള്ള ഒരു അനുതാപം, കർത്താവ്യ എന്നില് ഞാനാണ് പലപ്പോഴും വെളിപ്പെടുന്നത്, ഞാനാണ് പലപ്പോഴും കർത്താവ്യ എന്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇപ്പോഴും ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ യുവാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിന്റെ എക്സാമ്പിൾ പറയുമായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് ലോങ് ജേർണിയൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് കോട്ടയത്തോടൊക്കെ പോകുമ്പോഴും എനിക്ക് കുറച്ചൊന്ന് ഉറക്കം വരുന്നതൊക്കെ തോന്നുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കാർ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് സ്ത്രീകളെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരും, ഞാൻ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് വരും, ഡ്രൈവിംഗ് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാല് വേറൊരാൾക്ക് ഡ്രൈവിംഗ് സീറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ കാർ എങ്ങനെ എങ്ങോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് യേശു നമ്മളിൽ ജീവിക്കുന്നു. കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, യേശുവിന് നമ്മളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് അത് ഒരിക്കലായിട്ടല്ല. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം കർത്താവെ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഞാൻ ഇന്നത്തെ സമർപ്പിക്കുന്നു. പക്ഷെ മാത്രമല്ല തുടർമാനമായിട്ട് ക്രൂശിന്റെ ജീവിതം, ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞാല് തുടർമാനമായിട്ട് എന്റെ ജീവിതത്തിൽ ഓരോ സമയത്തും നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ചൊന്ന് കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങാനായിരിക്കും നമുക്ക് താല്പര്യം. എന്നാൽ പക്ഷേ കർത്താവ് ഇപ്പൊ ഇത് സമായോഗമായ കർത്താവെ അവിടുന്ന് എന്താ എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് ശരിയാണ്, ശരീരത്തിൽ ക്ഷീണമുണ്ട്, എനിക്ക് ഓർക്കാൻ വരുന്നു, പക്ഷെ എങ്കിലും ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടെ പിച്ചി അല്ലെങ്കിൽ കുറച്ചൊന്ന് മുഖം ഒന്ന് കഴുകിക്കൊണ്ട് വന്നിരുന്ന് എന്താ എനിക്ക് കർത്താവെ എന്നോട് അവിടുന്ന് എന്താ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുമ്പിൽ ചെന്ന് പറയണ്ടേ, ആ കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു കർത്താവെ ഒരു ബോധ്യം വേണം. അവിടെ ഞാൻ എന്റെ സ്വാഭാവികമായിട്ടുള്ള എന്റെ ഇഷ്ടത്തിൽ അങ്ങ് ഇരിക്കാനല്ല, മറിച്ച് ഓരോ കാര്യത്തിലും അവിടെ ഒരു ക്രൂശ് ഉണ്ട്. അത് നിരന്തരമായിട്ടുള്ള ഒരു ക്രൂശ്. നമ്മളത്
സാക്ബറിൽ നിന്ന് വീണ്ടും അത് കേൾക്കുമായിരുന്നു. നമ്മൾ ലൂക്കോസ് 9:23 ദിവസവും ക്രൂശ് എടുത്ത് അനുഗമിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങള് സഹോദരങ്ങള് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ആ വാക്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് നിരന്തരമായിട്ടൊരു ക്രൂശ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മളെ കാണുന്നവർക്ക് യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ യേശുവിൽ വസിക്കണം. യേശുവിൽ വസിച്ചാല് യേശുവിന് നമ്മളിൽ വസിക്കാനൊക്കത്തുള്ളൂ. അപ്പം യേശുവിൽ നമ്മൾ വസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രൂശ് ഉണ്ട്. അപ്പൊ ആ ക്രൂശിന്റെ കാര്യമാണ് അവിടെ ലൂക്കോസ് 9:23. ഞാൻ അത് വീണ്ടും എടുക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ അത് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ വാക്യം കൂടി ഞാൻ പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ പറയുന്നതിൽ കുറച്ചുകൂടി വ്യത്യാസം. ലൂക്കോസ് 9:23 ദിവസവും എന്നുള്ളൊരു വാക്കുകൂടെ അവിടെ പരിശുദ്ധാത്മാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വാക്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്ന് മാത്രമല്ല, ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി എന്ന് പറയുന്നത് എവിടെ? ലൂക്കോസ് 9:23. എല്ലാവർക്കും നോട്ട്ബുക്ക് ഇല്ലേ? ഈ നോട്ട്ബുക്കും പേനയും നമുക്ക് ഇല്ലെങ്കിൽ അവിടെ ഒരു കോഴ്സ് ഉണ്ട്. നമ്മുടെ സ്വാഭാവികമായിട്ട് ഇഷ്ടം നമ്മള് ക്ലാസ്സിൽ പോകുമ്പോൾ നോട്ട്ബുക്കും പേന ഇല്ലാതെ പോവുമോ? ഇല്ല. ചന്തയിൽ പോകുമ്പോൾ സഞ്ചി എടുക്കാതെ പോയാൽ 15 രൂപ എടുത്തൊരു സഞ്ചി കൂടെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോ കാര്യത്തിലും അവിടെ ഒരു ക്രൂസ് ഉണ്ട്. എല്ലാത്തിലും ഒരു ക്രൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഒരു ചില കാര്യത്തിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരാനും ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് അത് ഇവിടുന്ന് സപ്ലൈ ചെയ്യാം. പക്ഷെ അത് എഴുതിയെടുക്കാം. നമ്മളിപ്പോഴും അത് പറയുന്ന കാര്യമോ ഗ്രാഫോ വെളിപാട് പുസ്തകത്തില് യോഹന്നാൻ അപ്പോസ്തലനോട് എഴുതുക. ഇനി എത്ര തവണ അത് എടുത്ത് മറിച്ച് നോക്കിയില്ലെങ്കിൽ പോലും നമ്മളത് എഴുതിയെടുക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ കാര്യങ്ങൾ ലൂക്കോസ് 9:23 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പൊ ഞാൻ തന്നെ കോൺഫറൻസിന്റെ നോട്ട്സ് എഴുതിയത് നോക്കണം. അത് ഇങ്ങനെ പറയുന്നതനുസരിച്ച് ഞാൻ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അതൊരു അപ്പൊ നമുക്ക് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ പറ്റുന്നൊന്നുമല്ല. പക്ഷെ കാര്യങ്ങൾ അത് നമ്മൾ വിലമതിക്കുന്നു, നമ്മളത് എഴുതിക്കൊണ്ടിരിക്കുന്നു, നമ്മളത് ധ്യാനിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് ബുക്ക് എടുത്ത് നോക്കുന്നു. അത് നമ്മുടെ ഒരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യണം. നമ്മള് ആ ഒരു നമ്മള് ഈ വചനം അറിയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മള് സൗരങ്ങളിൽ നമ്മൾ സാങ്ക്ലറിനൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു നമുക്ക് അന്ത്യകാലത്ത് നമ്മള് ബ്രദർ അത് പറയുന്നുണ്ടായിരുന്നു. അതായത് സത്യത്തെ സ്നേഹിക്കുന്ന കാര്യം പറയുമ്പോൾ, സത്യത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകും. സത്യം എന്താ? ദൈവവചനം അസത്യം. യോഹന്നാൻ 17:17 പറയുന്നത് ദൈവവചനം അസത്യം. 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ സത്യത്തിന്റെ സ്നേഹം നിങ്ങൾ കൈക്കൊള്ളാകിയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകും എന്ന് പറയുന്നുണ്ട്. എന്താ ഈ സത്യം എന്ന് പറഞ്ഞാല് യേശു തന്നെയാണ് സത്യം എന്ന് നമ്മൾ യോഹന്നാൻ 14:6 നമുക്കറിയാം. എന്നാൽ കർത്താവിന്റെ വചനം അസത്യം. കർത്താവിന്റെ യേശു തന്നെയാണ് വചനം തന്നെയാണ് സത്യം. കർത്താവിന്റെ വചനം സത്യം. അപ്പൊ ആ അന്ത്യകാലത്ത് നമ്മൾ ഈ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നവരല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കാൻഡിഡേറ്റ്സ് ഫോർ ഡിസെപ്ഷൻ. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ, നമ്മൾ സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെട്ടു പോകാം. സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ പാർട്ടായി പോകാം. നമുക്ക് കാര്യങ്ങളൊന്നും നമുക്ക് നാളെ നമുക്ക് വേറൊരാൾക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മള് ഇപ്പോ സഹോദരിമാരാണെങ്കിലും നിങ്ങള് മുതിർന്ന സഹോദരിമാരായിട്ട്, അമ്മമാരായിട്ട് കൈ തീരുമ്പോൾ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വചനം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് ആ വചനം അറിയണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ വചനം ഇന്നടത്ത് കാര്യങ്ങളുണ്ടെന്ന് അറിയുന്നത് വലിയ ധൈര്യമായിരിക്കും. അപ്പൊ നമുക്ക് സഹോദരന്മാരാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട, നിങ്ങൾക്ക് ആ ഒരു വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട കൂടുതലായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സഹോദരന്മാർക്കും ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ അത് എത്രമാത്രം നമ്മുടെ ശ്രദ്ധയോടെ ആ ലൂക്കോസ് 9:23 നമ്മൾ കണ്ടു. അത് എന്താ നമ്മുടെ വായിച്ച്? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തിന് ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. നാൾതോറും എന്നുള്ളത് പൗലോസ് ആ നാൾതോറും ക്രൂശ് എടുത്ത് പൗലോസ് തന്റെ ജീവിതത്തിൽ അത് കുറച്ചുകൂടെ അനുഭവത്തിലൂടെ പറയുക. 2 കൊരിന്ത്യർ 4:10 വാക്യം, ഓൾവേസ് ക്യാരിങ് അബൌട്ട് ഇൻ ദ ബോഡി ദ ഡൈയിങ് ഓഫ് ജീസസ്. അതാ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. അതാ നമ്മളെ തീം. യേശുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുന്ന കാര്യം. അന്ത്യകാലത്ത് ജീവിക്കുന്ന അത്രമാത്രം നോഹയുടെയും ലോത്തിന്റെയൊക്കെ കാലത്തും പോലെ ഏറ്റവും ദുഷിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആദ്യത്തെ സെഷനിൽ തന്നെ നമ്മുടെ സാങ്ക്ലറിന് കേട്ടു. അപ്പൊ ആ ഒരു അത്രമാത്രം ഒരു ദുഷിച്ച അത് അന്ധകാരം കൂടുന്തോറും ലൈറ്റിന്റെ പ്രസക്തി കൂടും. ഇപ്പൊ രാവിലെ സമയം ആയതുകൊണ്ട് ഇപ്പൊ കറണ്ട് കുറച്ചു നേരം പോയാലും നമുക്ക് ഫാൻ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇരുട്ടത്തല്ല, ലൈറ്റിന്റെ പ്രസക്തി അത്ര ഇല്ലെന്ന് പറയാം. പക്ഷെ രാത്രിയുടെ അന്ധകാരം, ഇപ്പം ഒരു
5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാൻ തുടങ്ങി. അപ്പൊ ലൈറ്റിന്റെ പ്രസക്തി കൂടി. പിന്നെയും കുറ്റാൻകുരി സൂര്യനെ അസ്തമിച്ചു. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റിന്റെ പ്രസക്തി കൂടിയോ കുറഞ്ഞോ? കൂടി. എന്ന് വെച്ചാല് അല്ലെങ്കിൽ പിന്നെ അന്ധകാരമാണ്, നമ്മൾ ഇരുട്ടത്തിരിക്കേണ്ടി വരും, എന്തെങ്കിലും വെളിച്ചം വേണം എന്ന് പറയുന്നത് പോലെ ഈ അന്ത്യകാലത്ത് പാപം, സ്വന്തം ഇഷ്ടമാകുന്ന സ്വയജീവന്റെ അന്ധകാരം, പാപത്തിന്റെ അന്ധകാരം ലോകത്ത് കൂടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ യേശുവിന്റെ ജീവന്റെ പ്രസക്തി കുറയുമല്ല കൂടുക ചെയ്യുന്നത്. നമ്മള് പകൽ സമയത്ത് ലൈറ്റിന്റെ പ്രസക്തി അത്രയില്ല, ട്യൂബ്ലൈറ്റിന്റെ പ്രസക്തി അത്രയില്ല. സന്ധ്യയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രസക്തി ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറ്റാക്കുറ്റി ഇരുട്ടില്ല ലോകം എന്നുള്ളത്. അപ്പം കർത്താവിന്റെ വരവിന്റെ അതായത് മോർണിംഗ് സ്റ്റാർ കർത്താവ് ഒരു പ്രഭാത നക്ഷത്രമായിട്ട് ജയാളികൾക്ക് വെളിപ്പെടും എന്നൊക്കെയാണ് നമ്മള് വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ എപ്പോഴാ പ്രത്യക്ഷപ്പെടുന്നത് വെച്ചാൽ ഏറ്റവും അന്ധകാരം, ആ രാത്രിയുടെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ ആ സമയത്താണ് പ്രഭാത നക്ഷത്രം ആകാശത്ത് വെളിപ്പെടുന്നത്. ഉദയ നക്ഷത്രം, അതെ, മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം ആ സമയത്താണ് വെളിപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെ ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും, അതായത് ഈ ലോകത്തിന്റെ ആ പാപവും മനുഷ്യന്റെ സ്വയസ്നേഹവും കാര്യങ്ങളും ഒക്കെ ഏറ്റവും അതിന്റെ വഷളതരത്തിന്റെ അങ്ങേയറ്റം എത്തുന്ന ഒരു സമയത്ത് നമ്മൾ ഇനി ഇതിൽ കൂടുതൽ എന്താ ഇനി സംഭവിക്കാനുള്ള, അതുപോലുള്ള ആ പാപം അതുപോലെ പെരുകും, അതുപോലെ അധർമ്മം പെരുകുന്നതുകൊണ്ട് മനുഷ്യരുടെ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നൊക്കെ നമ്മൾ മത്തായി 24 വായിക്കുന്നത്. അപ്പൊ അതുപോലെ അനേകരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ സ്നേഹമുള്ളത് ദൈവമക്കൊക്കെ ഉള്ളൂ. അപ്പൊ ദൈവമക്കളുടെ സ്നേഹം തന്നെ തണുത്തു പോകുന്ന തരത്തില് വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കത്തക്ക വണ്ണം ഞാനിത് പറയുന്ന വചനങ്ങളാണ്. ലൂക്കോസ് 18-8 വാക്യത്തിലെ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. മത്തായി 24-12-13 വാക്യങ്ങളില് അനേകരുടെ സ്നേഹം തണുത്തു പോകും, അധർമ്മം പെരുകുന്നുണ്ട്, അത് പാപം പെരുകുന്നുണ്ട്. അതായത് ലോകത്തങ്ങ് പാപം എല്ലാവരും ഒന്ന് സ്വന്തം ഇഷ്ടം മാതിരി അത് ലൈംഗികമായിട്ടുള്ള പാപങ്ങളാവട്ടെ, അക്രമങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും പാരവെപ്പുകളും, അതുപോലെ തന്നെ മനുഷ്യർക്ക് സ്നേഹമില്ലാത്ത തരത്തിലുള്ള അതുപോലുള്ള അധർമ്മമായിട്ടുള്ള കാര്യം ലോകത്ത് പെരുകുമ്പോൾ അനേകരുടെ സ്നേഹമൊക്കെ തണുത്തു പോകുന്നത്. അപ്പൊ ആ അനേകരുടെ ഇടത്തിൽ ഞാനും ആയി പോകാം. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്താണ് യേശുവിന്റെ ജീവന്റെ പ്രസക്തി ഏറ്റവും അധികം ഉള്ളത്. അപ്പൊ ഇവിടെ പൗലോസ് എന്താ പറയുന്നത്, 2 കൊരിന്ത്യർ 4-10 വാക്യത്തില് യേശുവിന്റെ ജീവന് ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് യേശുവിന്റെ മരണം, ദ ഡൈയിങ് ഓഫ് ജീസസ്, യേശുവിന്റെ മരണം, അത് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് മാത്രമല്ല, കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു സ്വയജീവന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ ഒരു മരണം ഞാൻ എൻ്റെ മർത്ത ശരീരത്തില് വഹിച്ചാൽ മാത്രമേ എപ്പോഴും വഹിക്കുന്നത്. യേശുവിന്റെ മരണം എന്റെ ശരീരത്തിൽ ഞാൻ എല്ലാ ദിവസവും വഹിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എപ്പോഴും, അതായത് 24/7 എപ്പോഴും കർത്താവിന്റെ മരണം ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഞാൻ ദൈവത്തിന് മുമ്പാകെ ഒരു 0 ആയിട്ട് എന്നതിനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് എപ്പോഴും നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പല കാര്യങ്ങൾ ചെയ്യാനും പല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ നമ്മളുടെ ഒരു പ്രേരണ വിഷയം. അവിടെ എല്ലാം ദൈവത്തിന് മുമ്പാകെ ഞാൻ എന്നെ താഴ്ത്തി, കർത്താവെ എന്നെ താഴ്ത്തി, കർത്താവെ എന്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, അവിടെ ഇഷ്ടം പോലെ എല്ലാം നടക്കണം, കർത്താവെ അവിടുന്ന് തന്നെ കർത്താവെ എന്നിൽ ജീവിക്കണം, അതിനായിട്ട് ഞാൻ എന്നെ ഒഴിച്ചു തരുന്നു, ഞാൻ എന്നിൽ തന്നെ വസിക്കുന്നവനാ ഞാൻ. അപ്പൊ അതുകൊണ്ട് കർത്താവെ എന്റെ സ്വയജീവൻ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവെ എന്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, കർത്താവെ ഓരോ സമയത്തും അവിടുത്തെ ഇഷ്ടം മാത്രം നടക്കണം എന്നുള്ള വലിയൊരു നിർബന്ധം എന്ന് പറയുമ്പോൾ വലിയൊരു ആഗ്രഹവും വാഞ്ചയും കർത്താവെ ഇതിലൂടെ ഇത്രയും കാലം വെളിപ്പെട്ടതുപോലെയല്ല, ഇതിലും അധികമായിട്ട് യേശുവിന്റെ ജീവൻ എന്നിലൂടെ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവെ അതിനായിട്ട് കർത്താവെ എന്നെ തന്നെ എന്റെ പ്രാണനെ മരണത്തിലേക്ക് ഒഴുക്കുന്നു എന്ന് നമ്മൾ ആ വാക്യം വിക്ടർ പറഞ്ഞു. അത് എവിടെ ആ വാക്യമുള്ളേ അറിയാവോ? യെശയ്യാവ് 53 12 വാക്യമാണ്. നമ്മളവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 53 12 വാക്യം, എന്റെ പ്രാണനെ ഞാൻ മരണത്തിലേക്ക് ഒഴുക്കുന്നു നമ്മളവിടെ വായിക്കുന്നത്. യെശയ്യാവ് 53:12. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടി അവൻ കൊള്ള പങ്കിടും, അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും. പ്രാണനെ, അത് മലയാളത്തിൽ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ NASB ഹി പോർഡ് ഔട്ട് ഹിംസെൽഫ് ടു ഡെത്ത്, അവനെ തന്നെ എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മള് ഹീബ്രു നോക്കുമ്പോൾ നഫഷ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മളവിടെ കാണുന്നുണ്ട്. അവന്റെ പ്രാണനെ, അവന്റെ സ്വന്തം ജീവനെ, സ്വയജീവനെ യേശു അങ്ങനെ അത് ക്രൂശിൽ മാത്രമായിരുന്നില്ല. എന്റെ ഇഷ്ടം ജീവനല്ല, പിതാവിന്റെ ഇഷ്ടം ജീവൻ താൻ വന്നേന്ന് പറയുമ്പോൾ അവിടെയും തന്റെ പ്രാണനെ, തന്റെ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് അങ്ങ്
ക്രൂശിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ച് 2 Corinthians 4 വരുമ്പോൾ അവിടെ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ? 2 Corinthians 4 10ാമത്തെ വാക്യത്തില് ഞാന് എന്റെ എന്റെ ഈ മർത്ത ശരീരത്തിൽ യേശുവിന് മരണം ഞാൻ എപ്പോഴും വഹിക്കുന്നു. ഞാൻ എപ്പോഴും കർത്താവിനെ മരണം വഹിക്കുവാൻ, അതായത് കർത്താവെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തില് യേശുവിന് മരണം എപ്പോഴും വഹിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവപിതാവ് അത് കണ്ട് സന്തോഷിച്ച് ദൈവം തന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ എന്നെ പല കാര്യങ്ങളിലും ആ മരണത്തിനായിട്ട് എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. ചിലപ്പോൾ ചില പ്രയാസമുള്ള സാഹചര്യങ്ങളിലാവട്ടെ, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളാവട്ടെ, ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് 11ാമത്തെ വാക്യം 2 Corinthians 4:11 ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ദൈവം തന്നെ നമ്മളെ മരണത്തിൽ ഏൽപ്പിക്കുന്ന പല സാഹചര്യങ്ങളും, ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളോ വ്യക്തിയോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില പരാജയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് കർത്താവ് നമ്മളെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മേലധികാരികൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കർത്താവ് എന്നെ ഇവിടെ അവിടുന്ന് മരണത്തിന് ഏൽപ്പിക്കുവാണെന്ന് അറിഞ്ഞ് ഞാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അവിടെയുള്ള ഗുണം എന്താ? അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 12ാമത്തെ വാക്യത്തില് അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അതായത് വനാന്തരത്തിലെ കാട്ടുമൃഗങ്ങളൊക്കെ നമ്മളുടെ കൂട്ടാളികളായി തീരും. പറഞ്ഞ് മനസ്സിലായോ? വിക്ടർ ഞാൻ മെസ്സേജ് കേട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. കർത്താവ് അവിടെ കർത്താവിന്റെ സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാ കർത്താവിന്റെ മേൽ വന്നിറങ്ങി. കർത്താവ് അതിനുശേഷം എങ്ങോട്ടാ പോയി? ഊട്ടി കൊടൈക്കനാല് എക്സ്കർഷൻ ട്രിപ്പ് പിതാവ് പ്ലാൻ ചെയ്തില്ല, മറിച്ച് വനാന്തരത്തിലേക്ക്, ഡെസേർട്ടിലോട്ട്, മരുഭൂമിയിലേക്ക് പോവുക. മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ കാട്ടുമൃഗങ്ങളുണ്ട്. അയ്യോ, ഞാൻ വനാന്തരത്തിലേക്ക് വരത്തില്ല. അപ്പൊ അതായത് ഒരു സഹോദരി തന്നെ ഭർത്താവിനോട് പറയും, ഭർത്താവിന്റെ വീട്ടിൽ പോയി കുറച്ച് നാൾ താമസിക്കാന്ന് പറഞ്ഞപ്പോ അയ്യോ അവിടെ ആ സഹോദരി അങ്ങനെ പറഞ്ഞതല്ലേ ബ്രദർ, അത് പാരഫ്രൈസ് ചെയ്ത് പരിഭാഷ, അതൊരു എന്താ പറയുക, പരിഭാഷപ്പെടുത്തിയതല്ല, എന്താ പറയുക, പരാവർത്തനം ചെയ്ത് പറഞ്ഞതാ. അവിടെ കാട്ടുമൃഗങ്ങളുണ്ട്, എന്ന് വെച്ചാൽ ഇല്ലോസ് ഉണ്ട്, അമ്മായിയമ്മയും അമ്മായിപ്പനും കടുവയും സിംഹം പോലെ കടിച്ചു കീറുന്ന കാട്ടുമൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വരമാട്ടെ എന്ന് യേശുവിന്റെ ജീവിതത്തിലെ വനാന്തരത്തിലേക്കൊക്കെ യേശുവിനെ നയിച്ചപ്പം അവിടെ നമ്മുടെ യെശയ്യാവ് 50ാം അധ്യായത്തിലെ വാക്യം നമ്മൾ കേട്ടു. അതിന്റെ 5ാമത്തെ വാക്യം യെശയ്യാവ് 50ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരാവും. അതിന്റെ 5ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കേട്ടെ? അവിടെ ഇതുപോലുള്ള ഓരോ സാഹചര്യങ്ങളിലോട്ട് ദൈവം നമ്മളെ നടത്തുമ്പം യെശയ്യാവ് 50ന്റെ 5ാമത്തെ വാക്യത്തില് യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു എന്ന് പറഞ്ഞാൽ എന്താ? അടിമദാസന്റെ ചെവി തുളയ്ക്കപ്പെട്ടു. അതാ നമ്മള് പുറപ്പാട് 21ാം അധ്യായത്തില് ഒരു അടിമദാസൻ യജമാനെ സ്നേഹിച്ച് ഞാൻ ആജീവനാന്തം ഈ യജമാനെ, ഈ നല്ല യജമാനെ അടിമയായിക്കൊള്ളാമെന്ന് പറയുവാണെങ്കിൽ 6 സംവത്സരം കഴിഞ്ഞിട്ട് അവനെ വെറുതെ വിടണ്ടയാ, എന്ന് അവനെ ആജീവനാന്തം ആ യജമാനുള്ള സ്നേഹത്തിൽ ഈ യജമാനെ എനിക്ക് സേവിച്ചാൽ മതി എന്ന് പറയുവാണെങ്കിൽ അവനെ കട്ടളക്കൽ കൊണ്ടുവന്ന് അവന്റെ കാത് തുളയ്ക്കാൻ വേണ്ടി പറയുന്നതായിട്ട് നമ്മളവിടെ പുറപ്പാട് 21 വായിക്കുന്നു. അപ്പൊ അതുപോലെ പിതാവിന്റെ മുമ്പാകെ ചെവി തുളയ്ക്കപ്പെട്ടവനായിട്ട് പിതാവെ അവിടുത്തെ വായിൽ നിന്ന് വരുന്ന എന്ത് വചനമായാലും കർത്താവ് ഞാൻ അതിനനുസരിച്ചോളാം. അത് കർത്താവിനെ വല്ലാതെ വിശക്കുന്നുണ്ട്, വല്ലാതെ ദാഹിക്കുന്നുണ്ട്, കാട്ടമൃഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചു നമ്മളവിടെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1ാം അധ്യായത്തിൽ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതുപോലെ ഒരു പ്രേരണ നൽകി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കർത്താവ് കാട്ടുമൃഗങ്ങളെല്ലാം ഇങ്ങനെ കടിച്ച് കീറാവി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടെയും ഇതും അവിടെ മാത്രമല്ല, ഈ വചനം അങ്ങനെ പലയിടങ്ങളിലും കർത്താവിന്റെ ജീവിതത്തിൽ ഞാനും മറുത്തു നിന്നില്ല. ദൈവത്തിന്റെ ഹിതം ചില കാര്യങ്ങളിൽ ശരിയാണ്. നമുക്ക് ദൈവത്തിന്റെ ഹിതം ഏതാ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന, ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് നമുക്ക് വചനപ്രകാരം നമ്മുടെ ആത്മാവിൽ നമുക്ക് ആ കാര്യങ്ങളുടെ ഒരു വ്യക്തത ഉണ്ടായിട്ടും അതിനോട് മറുത്തു നിൽക്കുന്ന ഇങ്ങനെ ഐ വാസ് നോട്ട് ഡിസൊബീഡിയന്റ്, ഞാൻ അതിനെ എതിർത്ത് നിന്നില്ല, മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ഞാനങ്ങനെ ഐ ഡിഡ് നോട്ട് ടേൺ ബാക്ക്. നമ്മൾ ചിലപ്പം മറുത്തു നിൽക്കുന്നു, ചിലപ്പോ അങ്ങ് പിൻവാങ്ങി പോകുന്നു, ചിലപ്പം നമ്മളെ മറുത്തു നിൽക്കാതെ നമ്മളെ നിൽക്കുമായിരിക്കും, പക്ഷെ അങ്ങ് പിൻവാങ്ങാനുള്ള ഒരു ടെൻഡൻസി ബ്രദറിന്റെ ജീവിതത്തിലുള്ള പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു, നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ കർത്താവ് ഇവിടെ ഈ ഒരു സാഹചര്യത്തില് എനിക്ക് പ്രയാസം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ അവിടുന്ന് അനുവദിക്കുമ്പോൾ
അവിടെ കർത്താവെ യേശുവിന്റെ മരണം എനിക്ക് വഹിക്കണം, യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണം, എന്നെ അധികമായിട്ട് കർത്താവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളായത്. അപ്പൊ അതുകൊണ്ട് കർത്താവെ ഞാൻ ഒരു ബലഹീനനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ആ ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് പൗലോസില് ഈ ഒരു ദൈവത്തിന്റെ ശക്തി ആവസിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആ വാക്യം കണ്ടിട്ടുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പറഞ്ഞാല് അവിടെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഇൻ ഓർഡർ ദാറ്റ് പവർ ഓഫ് ക്രൈസ്റ്റിന്റെ 9-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നത്. 9-ാമത്തെ വാക്യത്തില് അവൻ എന്നോട് എന്റെ കൃപ, 2 കൊരിന്ത്യർ 12-ന്റെ 9-ാമത്തെ വാക്യം, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവനെ എന്റെ മേൽ ആവസിക്കേണ്ടതിന്, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിനെന്ത് വേണമെന്നാ പറയുന്നേ? ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ എന്നെ പ്രശംസിക്കും. എന്റെ ബലഹീനതകളില്, എന്റെ ബലമില്ലാത്ത അവസ്ഥകളില്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ബലഹീനതകൾ പ്രശംസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കൈയേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിലും ഒരു സ്വയത്തിലൊരു ബലമില്ലാതെ കർത്താവെ അവിടുന്ന് താങ്ങി നടത്തുവാൻ വല്ലഭനാം നമ്മൾ പാടുന്നത് പോലെ കർത്താവ് അവിടുന്ന് തന്നെ താങ്ങി നടത്തണം. ഒരു സമയത്തും കർത്താവെ അവിടുന്ന് തന്നെ ശക്തി നൽകാതെ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ, അവിടുന്ന് കർത്താവെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാൻ, അവിടുത്തെ ആ മനോഭാവം കർത്താവിന്റെ കൂട്ടു സഹോദരങ്ങളോട്, അതുപോലെ കർത്താവെ അവരെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ കർത്താവെ എന്നിന്റെ യാതൊരു ശക്തിയില്ല. കർത്താവെ യേശു സ്നേഹിച്ചതുപോലെ ആ ഒരു കരുതലുള്ള ആയിരിക്കാൻ, യേശു സ്നേഹിച്ചതുപോലെ കർത്താവെ സംസാരിക്കാൻ, എന്റെ ജീവിത പങ്കാളിയോട്, എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മക്കളോട്, എന്റെ അപ്പനമ്മമാരോട്, എന്റെ സഹപ്രവർത്തകരോട്, എന്റെ അയൽവക്കക്കാരോടൊക്കെ കർത്താവെ യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാൻ, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനും, യേശുവിന് വേണ്ടി ഒരു നിലപാടെടുക്കുവാനും, യേശുവിന് വേണ്ടി കർത്താവെ പല കാര്യങ്ങളിലും മിണ്ടാതിരിക്കേണ്ടത് മിണ്ടാതിരിക്കുവാനും, മിണ്ടേണ്ടടുത്ത് കർത്താവ് മിണ്ടിയതുപോലെ തന്നെ മിണ്ടാനും, അത് സ്നേഹത്തോടെ കരുണയോടെ പറയേണ്ടടുത്ത് പറയാനും, കാർക്കശ്യത്തോടെ ഒരു നിലപാടെടുക്കേണ്ടടുത്ത് ആ കാർക്കശ്യത്തോടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും ഒക്കെയുള്ള ഇത് അവിടുത്തെ ജീവനിൽ ആവശ്യിക്കണമെങ്കിൽ ഞാനൊരു ബലഹീനനായിത്തീരണം. ഞാൻ എന്നിലൊരു ബലമില്ലാതെ, ഞാനൊരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ, കൊമ്പിന് തന്നെ ഒരു ബലമില്ല, തന്നെ ഒന്നും അതിന് ഫലം കായ്ക്കാൻ ഒക്കത്തില്ല. ആ കൊമ്പ് ഒരു ബലഹീനതയോടെ മുന്തിരിവള്ളിയിൽ അങ്ങ് വസിക്കുന്നു. അപ്പോ കർത്താവേ എനിക്ക് അങ്ങനെ തിരിഞ്ഞൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവിടുത്തെ ശക്തി, അത് നമ്മുടെ അവസാനത്തെ സെഷൻസിലും സാക്ബേർ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് എപ്പോഴും ഈ ക്രൂസിന്റെ വഴിയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരികയുള്ളൂ. കർത്താവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണമെന്ന് വായിക്കുമ്പോൾ, അത് സ്വയത്തിന്റെ മരണത്തിലൂടെ എന്ന് വായിക്കുമ്പോൾ നമ്മളെ തന്നെ ആ സ്വയത്തിന്റെ മരണത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ പുനരുദ്ധാനത്തിന്റെ ജീവന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ? പരിശുദ്ധാത്മാവായിട്ടാണ് നമ്മളിലേക്ക് വരിക. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ ഉറപ്പ് നമ്മൾ എത്ര പേർക്കുണ്ട്? ഞാൻ പരിശുദ്ധാത്മ നിറയപ്പെട്ടിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതുപോലെ കർത്താവെ അവിടുന്ന് തന്നെ നിറച്ചിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നുള്ളൊരു ആ ഒരു ദാഹത്തോടെ, അതുപോലെ ഒരു വലിയൊരു ദാഹത്തോടെ, വിശ്വാസത്തോടെ, ആ ഒരു മരണത്തിനോട്, നമ്മള് 7-8 ദിവസം വെള്ളമൊന്നും കിട്ടാതെ മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ, വല്ല മരുഭൂമിയിൽ അകപ്പെട്ട എത്ര നമ്മുടെ കയ്യിലുള്ള എല്ലാം കൊടുത്തു വേണമെങ്കിൽ, എത്ര സമ്പത്ത് കൊടുത്തു വേണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വാങ്ങിക്കുന്നത് വെച്ചാൽ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സമ്പത്ത് കൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഒരു ദാഹം കർത്താവെ അവിടുത്തെ ആ ജീവനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിക്കായിട്ട്, അതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു ദാഹം വേണം. എങ്കിലേ എനിക്ക് യേശുവിനെ വസിച്ച് കർത്താവിനിൽ വസിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ ആ യേശുവില് ഞാൻ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നിൽ തന്നെ വസിക്കാതെ കർത്താവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാല്, അവിടെ എന്റെ ഇഷ്ടത്തെ ഞാൻ അവിടെ യാഗമായിട്ട്, അവിടെ ആ അൾത്താരെങ്കിൽ, ആ സുവർണ അൾത്താരെങ്കിൽ എന്റെ ഇഷ്ടത്തെ ഞാൻ യാഗമായിട്ട് അർപ്പിക്കുമ്പോഴാണ് എന്റെ ആ ജഡമാകുന്ന തിരശ്ശീല, ദൈവത്തിന്റെ വചനമാകുന്ന ആ വാളിനാല് ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് അവിടെ യേശുവിന് എന്നിൽ വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ജീവരസം, ആ മുന്തിരിവള്ളിയിൽ നിന്നുള്ള ജീവരസം എന്നിലേക്ക് വന്ന് നിറഞ്ഞൊഴുകി, അവിടെ യേശു സംസാരിച്ചതുപോലെ, യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ, യേശുവിന്റെ അതേ മനോഭാവം, യേശുവിന്റെ അതേ ഉദ്ദേശ ലക്ഷ്യങ്ങള് യേശു പറഞ്ഞതുപോലെ പറയാനും, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനും, നമ്മള്
ചിലപ്പോൾ നിരാശപ്പെടാവുന്ന, ആകുലപ്പെടാവുന്ന പല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ കർത്താവെ അവിടുന്ന് എല്ലാത്തിലും ആനന്ദ തൈലത്തിൽ അഭിഷിക്തനായിട്ട് നമ്മുടെ അവസാന സെഷനിൽ സാജു വേർ അത് പറഞ്ഞു. ആ ഫെബ്രുവരി 1-9 വാക്യത്തിൽ യേശു ഇപ്പോഴും ആനന്ദ തൈലത്താൽ അഭിഷിക്തനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ഇത്രയും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ദുഃഖപുത്രനാണ്. യേശയ്യാ 53 2-3 വാക്യങ്ങളില് കർത്താവിനെ വ്യസനപാത്രം ദുഃഖപുത്രൻ എന്നാണ് വിളിക്കുന്നത്, മാൻ ഓഫ് സോറോസ് എന്ന. അതിനെല്ലാം നടുവില് പിതാവിൽ നിന്നുള്ള വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വരെയും ആ ക്രൂശിന് മുമ്പായിട്ട് പറയുവാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ സമാധാനം അതുപോലെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച യേശുവിന്റെ ജീവൻ, അത് ഇരുളതിനെ പിടിച്ചടക്കിയില്ലെന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നേ അല്ലേ? യോഹന്നാൻ 1-5 വാക്യത്തിൽ അതാ നമ്മൾ വായിക്കുന്നത്. ഇരുള പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു യേശുവിന്റെ ജീവൻ, അത് ഇതിലേക്ക് വന്ന് ഒഴുകണമെങ്കിൽ കർത്താവെ ഞാൻ ഈ ക്രൂശിന്റെ വഴിയെ പോകണം. ഈ ക്രൂശിന്റെ വഴിയിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് യാഗമായിട്ട് എന്റെ കണ്ണുകളാവട്ടെ, എന്റെ നാവാവട്ടെ, എല്ലാം കണ്ണിലെയും നാവിലെയും പരിശുദ്ധത്തെ കുറിച്ചൊക്കെ നമ്മള് അതിലെ പരിശുദ്ധിയെ കുറിച്ചൊക്കെ നമ്മള് വിക്ടോറിയെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം കർത്താവെ എന്റെ നാവാകട്ടെ, എന്റെ കണ്ണുകളാവട്ടെ, എന്റെ കൈകാലുകളാവട്ടെ, എന്റെ ചിന്തകളാവട്ടെ, എന്റെ തലച്ചോറാവട്ടെ, എല്ലാം യാഗമായിട്ട് കർത്താവെ ക്രൂശിലേക്ക് മരണത്തിനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. എന്റേതായിട്ടുള്ള ആ സ്വയജീവനെ, എന്റെ സ്വയജീവൻ വ്യാപരിക്കുന്ന എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നിരന്തരമായിട്ട്, ഒരിക്കലായിട്ടുള്ള നിരന്തരമായിട്ട് കർത്താവ് യാഗപീഠത്തിൽ വെക്കുന്നു. അവിടുത്തെ ആത്മാവിനാല്, പരിശുദ്ധാത്മാവിനാൽ, അവിടുത്തെ ജീവനാല്, പുനരുദ്ധാനത്തിന്റെ ജീവനാല് നിറയ്ക്കണം. ഒരു മരിച്ച മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിൽ, ഇപ്പം ഒരു മരിച്ച മനുഷ്യനെ അത് പറയുന്നുണ്ടായിരുന്നു, എന്താ ഒരു ഡെത്ത് ടു സെൽഫ് എന്ന് പറഞ്ഞാല്, ഒരു മരിച്ച മനുഷ്യനെ നമ്മൾ പുകഴ്ത്തിയാലും അയാളെ കുറിച്ച് ചീത്ത പറഞ്ഞാലും ആ മരിച്ച മനുഷ്യന്റെ പ്രതികരണമില്ല. അതുപോലെ ആയിരിക്കണം നമ്മള് ക്രൂശെടുത്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ അതായത് ബാക്കിയുള്ളവർ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മളില് അത് അഫക്ട് ചെയ്യാത്ത രീതിയിൽ ആ ഒരു സ്വയത്തിന് മരിച്ചവരായിട്ട് ആയിത്തീരുക എന്നൊക്കെ വേണം. അത് എങ്ങനെ പരിശുദ്ധാത്മാവിനെ അങ്ങനെ ആ മരണത്തിലേക്ക്, ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ റോമർ 8:13 നമ്മൾ വായിക്കും. അപ്പൊ ആ ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ആ സാഹചര്യം, നമ്മൾ ആരെങ്കിലും പൂഴ്ത്തിയാലോ, നമ്മൾ ആരെങ്കിലും കളിയാക്കോ, എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ, എന്തെങ്കിലുമൊക്കെ ചില ആരോപിക്കുന്നവണക്കോ പരദൂഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴൊക്കെ എന്താ അവിടെയും കർത്താവെ അവിടുത്തെ ജീവനാൽ എനിക്ക് നിറയപ്പെടണം. കർത്താവ് ഞാനിവിടെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് മരിക്കുന്നു, അവിടുത്തെ ആത്മാവിനെ എന്നെ നിറയ്ക്കണം. അങ്ങനെ കർത്താവിന് ആത്മാവ് നിറയുമ്പോൾ ഇങ്ങനെ കർത്താവിനിൽ വസിക്കുക. അപ്പം ഞാൻ പിതാവിനും വസിച്ച് തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു, പിതാവിനിൽ വസിച്ച് തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു എന്ന് പറയാം. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ പിതാവിൽ വസിക്കണം, ഞാൻ യേശുവിൽ വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വസിക്കുവാൻ തക്കവണ്ണം ആ ഒരു ക്രൂശിന്റെ വഴി, അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വെളിപ്പാടായിട്ട് നമുക്ക് മിക്കവർക്കും തന്നെ ആ കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യമുണ്ടെന്ന് എന്റെ വിശ്വാസം. പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും ആ ക്രൂശിന്റെ വഴി നമുക്കത് വ്യക്തമായിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ അവർ ക്രൂശ് എടുത്തിട്ടുണ്ടാവും, അതിലൊരു ജീവിതമായി നമ്മളിൽ ഉണ്ടാവും, നല്ല കാര്യം. എന്നാൽ അവിടെ ഒരു സ്വയപ്രശംസയോട് ഇരിക്കാനല്ല, മറിച്ച് കർത്താവെ പൂർണ്ണമായിട്ടും ആദ്യയുടെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് വരെ ചിന്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി എത്രയോ മേഖലകൾ കർത്താവ്, ഇനി എനിക്ക് അറിയാത്തതായിട്ടുള്ള എത്രയോ മേഖലകളിൽ എന്റെ സ്വന്തം ഇഷ്ടം വളരെ ബലമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവിടൊക്കെ കർത്താവെ അവിടുത്തെ ജീവൻ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ആത്മാവിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകി എന്റെ ദേഹത്തേക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വരണം. അതിനായിട്ട് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു നമുക്ക് പറയാം. കർത്താവെ എനിക്ക് അങ്ങയില് വസിക്കണം, അങ്ങ് എന്നിൽ വസിക്കുവാൻ തക്കവണ്ണം കർത്താവെ എനിക്ക് അങ്ങയിൽ നിരന്തരമായിട്ടും വസിക്കണം. ആ ക്രൂശിലെ കർത്താവെ സ്വയത്തിൽ എനിക്ക് ആ ജഡത്തിലൊരു ചീന്തല് വന്നുകൊണ്ട് കർത്താവെ എനിക്ക് ആ ആത്മാവിന്റെ തലത്തിലേക്ക് കർത്താവെ ജീവിക്കാൻ തക്കവണ്ണം ഇപ്പോഴും എന്നെ സഹായിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. നമുക്ക് ആ കാര്യങ്ങൾ ദൈവം അധികമായിട്ട് ആ കാര്യങ്ങൾ ഒരു വെളിപ്പാടായിട്ട് ആക്കി തീർക്കട്ടെ. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കഴിയുന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിവുണ്ടെങ്കിലും ക്രൂശ് എടുക്കണമെന്നും കർത്താവിനെ പോലെ ആയിത്തീരണമെന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം. എങ്കിലും കർത്താവ് ഓരോരോ സാഹചര്യങ്ങളിലും കർത്താവെ അവിടുന്ന് തന്നെ മൂടുപടുന്ന ഈ മുഖത്ത് യേശുവിന്റെ ആ തേജസ്സിനെ കർത്താവ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് അതേ സ്വരൂപത്തോട് രൂപാന്തരപ്പെടുവാൻ സാധിക്കുകയില്ലല്ലോ. നമുക്ക് ആ ഒരു 238 പാട്ട് ആ ഒരു പ്രാർത്ഥനയായിട്ടാണ് നാഗൽ സാഹിബ് എഴുതിയ ഒരു പാട്ട്, ഒരു വിദേശ മിഷണറി മലയാളം പഠിച്ച് എഴുതിയ പാട്ട്. അത് നമുക്ക് ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് കർത്താവേ അങ്ങേപോലെ എനിക്ക് എന്നെ ആക്കി തീർക്കണം. അവിടുത്തെ ആത്മസൗന്ദര്യം അത് എത്ര കർത്താവെ എത്ര പ്രഷ്യസ് ആണ്, എത്ര വിലയേറിയതാണ്. ശിഷ്യനാകുന്നതിനെ പോലെയും എന്നെയും അങ്ങേപോലെ ആക്കണം.
സ്നേഹം ആകുന്ന അങ്ങയെ കണ്ട പിന്നെ കർത്താവെ പിന്നെ എനിക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റൂ. അവസാനത്തെ സ്റ്റാൻസിൽ നമ്മൾ പാടുന്ന പോലെ മനുഷ്യരിലും ദൂതന്മാരിലും ഒക്കെ അതിസുന്ദരനായ കർത്താവെ അനുദിനം കർത്താവെ അവിടുത്തെ ദിവ്യ സൗന്ദര്യം ആബോധമാക്കി തീർക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് നമുക്ക് പാടാം. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു, ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ, ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ, ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിൻ ഏകജാതനെ വാസം ചെയ്യണം നിന്നീനയും എൻ്റെ ഉള്ളിലും നാഥനെ, വാസം ചെയ്യണം നിന്നീനയും എൻ്റെ ഉള്ളിലും നാഥനെ. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കും നൽകുകേ. തൻ്റെ പിതാവിൻ ഹിതമെപ്പോഴും മോദമോടുടൻ ചെയ്തോനേ, എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടത്തിനനുരൂപമാക്കണമേ, എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടത്തിനനുരൂപമാക്കണമേ. തിരുവേഴുത്തു ശൈശവം തൊട്ടു സ്നേഹിച്ചാരാഞ്ഞ യേശുവേ, ഗുരു നീ തന്നെ വചനം നന്നെ ഗ്രഹിപ്പിക്കനി ശിഷ്യനേ, ഗുരു നീ തന്നെ വചനം നന്നെ ഗ്രഹിപ്പിക്കനി ശിഷ്യനേ. രാത്രി മുഴുവൻ പ്രാർത്ഥിപ്പാനായുണർന്നിരുന്ന യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ. ലോകസ്ഥാനവും സാത്താന്മാരവും വെറുത്ത ദൈവജാതനേ, ഏകമാമനം തന്നിട്ടെന്ധനം ദൈവം താനെന്നോർപ്പിക്കുകേ, ഏകമാമനം തന്നിട്ടെന്ധനം
ദൈവം താനെന്നോർപ്പിക്കുകേ. കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ, ശിശുവിനുള്ള പരമാർത്ഥത ഇന്നിലും നിത്യം കാക്കുകേ. ശിശുവിനുള്ള പരമാർത്ഥത ഇന്നിലും നിത്യം കാക്കുകേ. ഇഹലോകത്തിൻ ചിന്തകൾ ഈശമൈശാനാശ്രിത വത്സല, മഹൽ ശക്തിയ നിന്റെ വാസയ കൊണ്ടെന്നുള്ള മുറപ്പിക്കാം. മഹൽ ശക്തിയ നിന്റെ വാസയ കൊണ്ടെന്നുള്ള മുറപ്പിക്കാം. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനേ, അനുദിനം ദിവ്യ സൗന്ദര്യം ഇന്നാമോദമാകണമേ. അനുദിനം ദിവ്യ സൗന്ദര്യം ഇന്നാമോദമാകണമേ. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. അതെ കർത്താവേ, ശിഷ്യനാകുന്ന എന്നെയും കർത്താവേ അങ്ങേ പോലെ പരിപൂർണമായിട്ട് ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ കർത്താവേ പ്രാർത്ഥിക്കുന്നു. അതെ, അവിടുത്തെ ആ ദിവ്യ സൗന്ദര്യം കാണുവാൻ, അവിടുത്തെ ആ തേജസ് കാണുവാൻ, അതെ കർത്താവേ അവിടുത്തെ ആ താഴ്മ കാണുവാൻ, അവിടുത്തെ ആ മനസ്സലിവ് കാണുവാൻ, അവിടുത്തെ ആ സ്നേഹവും നിർമ്മലതയൊക്കെ കാണുവാൻ, അവിടുത്തെ ആ കാർക്കശ്യവും തീക്ഷ്ണതയൊക്കെ കാണുവാൻ, അവിടുത്തെ സത്യം കാണുവാൻ കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അങ്ങേപോലെ എന്നെയും കർത്താവേ അങ്ങേപോലെ സമ്പൂർണ്ണമായിട്ട് ആക്കി തീർക്കണമേ. എന്നെ കാണുന്നവർക്ക് അങ്ങേ കാണുവാൻ കർത്താവേ ഒരു വർദ്ധിക്കുന്ന ഒരളവിൽ യേശുവിനെ കാണുവാൻ കർത്താവേ അവിടുന്ന് കർത്താവേ അത് സാധിക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ ജീവനാൽ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. അതിനായിട്ട് എപ്പോഴും അവിടുത്തെ ആ മരണത്തെ ഞങ്ങളുടെ മതശരീരങ്ങളിൽ വഹിച്ചുകൊണ്ടേയിരിക്കാൻ, നിരന്തരമായിട്ട് ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളതിനെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കാൻ, ഒരു വട്ടപൂജ്യമായിട്ട് ഒരു സീറോവായിട്ട് അവിടുത്തെ മുമ്പാകെ ഇരിഞ്ഞടങ്ങുവാൻ അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെട്ട് അനേക നദികളായിട്ട് കർത്താവേ അനേകർക്ക് അത് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം കർത്താവേ അനേകർക്ക് കർത്താവേ അനുഗ്രഹമാകാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികളെ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവേ ഞങ്ങളുടെ മരണം വ്യാപരിക്കുമ്പോൾ അത് ആ ജീവൻ ഞങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകി അത് അനേകർക്ക് കർത്താവേ കാട്ടുമൃഗങ്ങളെ പോലും കൂട്ടുകാളികളാക്കുന്ന ആ അവിടുത്തെ സ്നേഹത്തെ കർത്താവേ ഞങ്ങളിലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ഏത് രീതിയിലുള്ള ദംഷ്ടകളുമായിട്ട് കാട്ടുമൃഗങ്ങളെ പോലെ ചെന്നായ്ക്കളെ പോലെ വരുമ്പോഴും അവരെയും കൂട്ടുകാളികളാക്കുവാൻ തക്കവണ്ണം ഭാവികളുടെ സ്നേഹിതനായിട്ട് കർത്താവേ അവിടുത്തെ പാതയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. അത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദാഹം ഞങ്ങളുടെ പെരുകി വരട്ടെ കർത്താവേ. ആ വചനത്തിൽ അധികമായിട്ട് വീഴുന്നതുകൊണ്ടൊക്കെ വേണം ആ വചനമെല്ലാം കർത്താവേ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടേയിരിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അത് വീണ്ടും എടുത്ത് ധ്യാനിക്കുവാനും കർത്താവേ ആ പോർഷൻസൊക്കെ എടുത്ത് നോക്കുവാനും കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുസരണമായി തീരുന്നിടം വരെ കർത്താവേ അങ്ങേ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കാൻ തക്കവണ്ണം അവിടുത്തെ വരവിരുന്നാൾ വരെയും കർത്താവേ അങ്ങേ മുറുകെ പിടിക്കുവാൻ കർത്താവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമായിട്ട് അനുസരണമായിട്ട് വെളിപ്പാടായി ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് നന്ദി പറയുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.